السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, പ്രിയമുള്ള രക്ഷിതാക്കളെ, നമസ്കാരം ഒരു സമഗ്ര പഠനം എന്ന വിഷയത്തെ ആസ്പദമാക്കി നമ്മൾ ആഴ്ചകൾ തോറും നടത്തിവരുന്ന ക്ലാസ്സിലാണ് നമ്മളുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഇഅ്തിദാൽ വരെയാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ നമസ്കാരം, അതിൻ്റെ ആരംഭത്തിലുള്ള ശുദ്ധീകരണം, ത്വഹാറത്ത്, അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമ്മൾ മനസ്സിലാക്കി. പിന്നീട് നമസ്കാരത്തിലേക്ക് പ്രവേശിച്ച് നമസ്കാരം, അതിൻ്റെ ഇഅ്തിദാൽ അതുവരെ നമ്മൾ മനസ്സിലാക്കി. പിന്നെ ഇഅ്തിദാലിന് ശേഷമുള്ള സുജൂദാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. സുജൂദ് മനസ്സിലാക്കുമ്പോൾ ഇഅ്തിദാലിൽ നിന്ന് പിന്നെ സുജൂദിലേക്ക് പോകണം. അപ്പോൾ സുജൂദിലേക്ക് പോകുമ്പോൾ അവിടെയുള്ള ഒരു മസലയാണ്, കൈകളാണോ ആദ്യം കുത്തേണ്ടത്, കാലുകളാണോ കുത്തേണ്ടത്? സുജൂദ് റുക്നാണ്. അപ്പോൾ സുജൂദ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിലെന്തെങ്കിലും പോരായ്മകൾ സംഭവിച്ചു കഴിഞ്ഞാൽ അത് നമസ്കാരത്തിന്റെ സിഹത്തിനെ ബാധിക്കും. അപ്പോൾ സുജൂദിലേക്ക് പോകുമ്പോൾ കൈകളാണോ കുത്തേണ്ടത്, കാലുകളാണോ കുത്തേണ്ടത്? ഇത് പണ്ഡിതന്മാർക്കിടയിൽ ശക്തമായ അഭിപ്രായ വ്യത്യാസമുള്ള ഒരു മസലയാണ്. അതിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട വിഷയം, ഒരാൾ കൈകൾ കുത്തി സുജൂദ് ചെയ്താലും ആദ്യം കാൽമുട്ട് കുത്തി സുജൂദ് ചെയ്താലും അവന്റെ നമസ്കാരം ശരിയാണ്. രണ്ടും അനുവദനീയമാണ്. കൈ കുത്തി സുജൂദ് ചെയ്താലും കാൽമുട്ട് കുത്തി സുജൂദ് ചെയ്താലും രണ്ടും അനുവദനീയമാണ്. അത് അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കുക. പിന്നെ പണ്ഡിതന്മാർക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസം, ഏതാണ് ഏറ്റവും നല്ലത്, ഏറ്റവും സുന്നത്തിനോട് യോജിച്ചത്, ഏറ്റവും പ്രബലമായ അഭിപ്രായം ഏതാണെന്നുള്ളതാണ് അഭിപ്രായ വ്യത്യാസം വരുന്നത്. അപ്പൊ അവിടെ ചില പണ്ഡിതന്മാർ പറഞ്ഞു കൈകളാണ് സുജൂദിലേക്ക് പോകുമ്പോൾ ആദ്യം വെക്കേണ്ടത്. ചില പണ്ഡിതന്മാർ പറഞ്ഞല്ല, കാൽമുട്ടാണ് സുജൂദിലേക്ക് പോകുമ്പോൾ ആദ്യം വെക്കേണ്ടത്. അപ്പൊ ആ വിഷയത്തിൽ രണ്ട് ഹദീസുകളാണ് അടിസ്ഥാനപരമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒന്നാമത്തെ ഹദീസ് വാഇൽ ഇബ്നു ഹുജ്ർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. ആ ഹദീസിൽ അദ്ദേഹം പറയുന്നത്, റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടു, ഇദാ സജദ, റസൂൽ സുജൂദ് ചെയ്തപ്പോൾ, യലഉ റുക്ബതൈഹി ഖബ്ല യദൈഹി, റസൂൽ തന്റെ കൈകൾ വെക്കുന്നതിന് മുമ്പേ കാൽമുട്ടുകൾ വെച്ചു. വഇദാ നഹള, റസൂൽ ഉയരുന്ന സമയത്ത് റഫഅ യദൈഹി ഖബ്ല റുക്ബതൈഹി, ആദ്യം കൈകൾ ഉയർത്തി പിന്നീട് കാൽമുട്ടുകൾ ഉയർത്തി. അപ്പൊ ഈ ഹദീസ് വ്യക്തമാണ്, സുജൂദിലേക്ക് പോകുമ്പോൾ ആദ്യം കാൽമുട്ടിൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദ് ചെയ്തു, എന്നിട്ട് കൈകൾ വെച്ചു. സുജൂദിൽ നിന്ന് ഉയരുന്ന സമയത്ത് ആദ്യം കൈകൾ ഉയർത്തി എന്നിട്ട് കാൽമുട്ട് ഉയർത്തി. അപ്പൊ ഈ ഹദീസിൽ നിന്ന് വ്യക്തമാണ്, സുജൂദിലേക്ക് പോകുമ്പോൾ കാൽമുട്ടാണ് ആദ്യം വെക്കേണ്ടത്. ഇത് അബൂ ദാവൂദും തിർമിദിയും ഇബ്നു മാജഹ്, നസായി ഒക്കെ ഉദ്ധരിച്ച ഹദീസാണ്. ഈ ഹദീസിനെ കുറിച്ച് തിർമിദി റഹ്മത്തുള്ളാഹി പറഞ്ഞത് ഹസനാണ്, അഥവാ സ്വഹീഹിന്റെ താഴ്ന്ന ദർജയിലുള്ളതോ ഹദീസ് സ്വഹീഹായി പരിഗണിക്കും. ഇബ്നു മാജഹ് റഹ്മത്തുള്ളാഹി പറഞ്ഞ സാബിത്ത്, ഹദീസ് സ്ഥിരപ്പെട്ടതാണ്. ഇബ്നു ഹിബ്ബാൻ റഹ്മത്തുള്ളാഹി പറഞ്ഞ ഹദീസ് സ്വഹീഹാണ്. അതുപോലെ ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി ഹദീസ് സ്വഹീഹ എന്ന് പറഞ്ഞാൽ, അങ്ങനെ ഒരു വിഭാഗം പണ്ഡിതന്മാർ ഹദീസ് സ്വഹീഹ എന്ന് പറഞ്ഞു. പക്ഷേ മറ്റൊരു വിഭാഗം പണ്ഡിതന്മാർ ഹദീസ് ദഈഫാണ് എന്ന് പറഞ്ഞു. പതിനെട്ട ആളാണ് അൽബാനി റഹ്മത്തുള്ളാഹി. അൽബാനി റഹ്മത്തുള്ളാഹി ഹദീസിനെ ദുർബലപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ബൈഹഖി റഹ്മത്തുള്ളാഹി ഈ ഹദീസ് ദഈഫാണ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു വിഭാഗം പണ്ഡിതന്മാർ ഹദീസ് ദഈഫാണ് പറഞ്ഞതോടുകൂടി ഈ ഹദീസിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഉറപ്പിച്ച് കാലുകളാണ് കുത്തേണ്ടത് എന്ന് പറയാൻ നമുക്ക് സാധിക്കുകയില്ല. അപ്പൊ ഹദീസ് സ്വഹീഹ എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുടെ അഭിപ്രായ പ്രകാരം
കാൽമുട്ടുകളാണ് ആദ്യം കുത്തേണ്ടത് എന്ന് അവർ സമർത്ഥിച്ചു. ഇനി രണ്ടാമത്തെ ഹദീസ്, ഈ ഹദീസാണ് ഒന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ ഹദീസ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത് കുറച്ച് നമുക്ക് ചിലപ്പോൾ ആശയക്കുഴപ്പം വരും, അതുകൊണ്ടാണ് എടുത്തു കൊടുത്തത്. ഇദാ സജദ അഹദുകും ഫലാ യബ്റുക് കമാ യബ്റുകുൽ ബഈർ വൽ യളഅ യദൈഹി ഖബല റുക്ബതൈഹി. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഇതിൽ അദ്ദേഹം പറയുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇദാ സജദ അഹദുകും, നിങ്ങളിൽ ഒരാൾ സുജൂദ് ചെയ്യുകയാണെങ്കിൽ ഫലാ യബ്റുക് കമാ യബ്റുകുൽ ബഈർ, ഒട്ടകം മുട്ടുകുത്തുന്നത് പോലെ അവൻ മുട്ടുകുത്തരുത്. ഒട്ടകം മുട്ടുകുത്തുന്നത് പോലെ മുട്ടുകുത്തരുത്. പിന്നെ എന്ത് ചെയ്യണം? അവന്റെ കൈകൾ അവൻ വെക്കട്ടെ, അവന്റെ കാൽമുട്ടുകൾ വെക്കുന്നതിന് മുമ്പായിക്കൊണ്ട്. അപ്പൊ ഹദീസിന്റെ ഒന്നാമത്തെ ഭാഗം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഒട്ടകം മുട്ടുകുത്തുന്നത് പോലെ മുട്ടുകുത്തരുത്. അപ്പൊ നമുക്ക് എന്ത് കിട്ടണം? ഒട്ടകത്തിന്റെ മുട്ടുകുത്തൽ കിട്ടണം. ഒട്ടകം എങ്ങനെയാണ് മുട്ടുകുത്തുക? കൈയാണ്. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒട്ടകം മുട്ടുകുത്തുന്നത് പോലെ നിങ്ങൾ മുട്ടുകുത്തരുതേ, ഒട്ടകം കൈയാണ് വെച്ചത്. അപ്പൊ റസൂൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവുക? ആദ്യം നിങ്ങൾ കാലുകൾ വെക്കണേന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എന്നാൽ ഹദീസിന്റെ രണ്ടാമത്തെ ഭാഗത്തില് അവന്റെ കാൽമുട്ടുകൾ വെക്കുന്നതിന് മുമ്പായി അവന്റെ കൈകൾ വെക്കട്ടെ. ഹദീസിന്റെ ഒന്നാമത്തെ ഭാഗത്തില് ഒട്ടകം മുട്ടുകുത്തുന്നത് പോലെ മുട്ടുകുത്തരുത്. അപ്പൊ ഒട്ടകത്തിന്റെ മുട്ടുകുത്തൽ കയ്യിലാണ്. അപ്പൊ നിങ്ങൾ കാൽമുട്ടിൽ സുജൂദ് ചെയ്യണേ എന്ന ഒന്നാമത്തെ ഭാഗത്തിൽ. പക്ഷെ രണ്ടാമത്തെ ഭാഗത്തിൽ റസൂൽ പറയാണ്, കാൽമുട്ട് വെക്കുന്നതിന് മുമ്പായി അവൻ കൈകൾ വെക്കട്ടെ. അപ്പൊ ഹദീസിന്റെ ഒന്നാമത്തെ ഭാഗവും രണ്ടാമത്തെ ഭാഗവും പരസ്പരം വൈരുദ്ധ്യമാണ്. അപ്പോൾ ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹി പോലത്തെ പണ്ഡിതന്മാരെ സാദുൽ മഅദിൽ പറഞ്ഞു, ഹദീസ് ഇൻഖിലാബ് സംഭവിച്ചിട്ടുണ്ട് ഹദീസിൽ, അഥവാ അങ്ങോട്ടും മാറ്റം വന്നു. അതുകൊണ്ട് അത് ദുർബലാണ്, ഹദീസ് സ്വഹീഹ് അല്ല, ഹദീസ് ദുർബലാണ് എന്ന് പറഞ്ഞു. എന്നാൽ ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞു ഹദീസ് ദുർബലല്ല, ഹദീസ് സ്വഹീഹ് തന്നെയാണ്. അപ്പോൾ പിന്നെ ഇവിടെ എങ്ങനെ ഇത് ശരിയാവും? അപ്പോൾ അവർ പറഞ്ഞു, സാധാരണ നാൽക്കാലികൾക്ക് അതിന്റെ റുക്ബത്ത് ഉണ്ടാവുക കൈകളിലാണ്. നാൽക്കാലികൾക്ക് റുക്ബത്ത് എന്ന കാൽമുട്ടാണ്, റുക്ബത്ത് ഉണ്ടാവുക കയ്യും വേണം. അപ്പൊ ഒട്ടകം കൈയാണ് കുത്തുന്നത് എങ്കിലും ശരിക്കും എന്താണ് കുത്തുന്നത്? റുക്ബത്താണ്, റുക്ബത്താണ് കുത്തുന്നത്. അപ്പൊ റസൂൽ പറഞ്ഞത്, റുക്ബത്ത് നിങ്ങൾ കുത്തരുതേ, അവന്റെ കൈകൾ വെക്കട്ടെ കാലുകൾ വെക്കുന്നതിന് മുമ്പേ. അങ്ങനെ നോക്കുമ്പോൾ ഹദീസ് പ്രശ്നമല്ല. അപ്പൊ അതുകൊണ്ട് ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞു, നമ്മൾ സുജൂദിലേക്ക് പോകുമ്പോൾ കൈകളാണ് ആദ്യം വെക്കേണ്ടത്. അപ്പൊ ഇങ്ങനെ ഈ രണ്ട് ഹദീസുകൾ വെച്ച് ശക്തമായ വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ നമ്മൾക്ക് ഏതാണ് കൂടുതൽ നല്ലതായിട്ട് കൂടുതൽ പ്രബലമായി നമുക്ക് മനസ്സിലാവുന്നത് കാലുകൾ കുത്തിയിട്ടാണ് വീഴേണ്ടത് എന്നുള്ളതാണ്, മുട്ടാണ് ആദ്യം കുത്തേണ്ടതാണ്. എന്നാൽ കൈകളാണ് കുത്തേണ്ടത് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ഇപ്പൊ സുലൈമാൻ അദ്ദേഹം ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന ഒരു വലിയ പണ്ഡിതനാണ്. ഖുബാ പള്ളിയിലെ ഖത്തീബാണ്, മദീന യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറാണ്, മദീന മസ്ജിദ് മുദദ്ദിസാണ്. അദ്ദേഹത്തെ പ്രബലപ്പെടുത്തി പറഞ്ഞത് കൈകളാണ് നിലത്ത് വെക്കേണ്ടത് എന്നാണ്. എന്നാൽ ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ഫഖീഹാണ്. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ്, ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് അവരെ പ്രബലപ്പെടുത്തി പറഞ്ഞത് കാലുകളാണ് വെക്കേണ്ടത് എന്നാണ്. അപ്പൊ സലഫി പണ്ഡിതന്മാർക്കിടയിൽ ശക്തമായ വ്യത്യാസമുള്ള വിഷയമാണ്. പിന്നെ നമ്മുടെ ഫിത്രത്ത് വെച്ച് നോക്കുമ്പോൾ ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞത്, ഒരു മനുഷ്യന്റെ ഫിത്രത്ത് പ്രകൃതി വെച്ച് നോക്കുമ്പോൾ നമ്മൾ മുകളിൽ നിന്ന് അടിയിലേക്ക് പോകുമ്പോൾ നമ്മുടെ അടിഭാഗമാണ് ആദ്യം വീഴേണ്ടത്. അപ്പൊ നമ്മൾ അടിയിൽ പോകുമ്പോൾ ആദ്യം കാലിട്ട്, പിന്നെ അരഭാഗം, പിന്നെ കൈ, പിന്നെ തല. നേരെ തല കൊണ്ട് വെച്ചാലോ അങ്ങനെ പാടില്ല, അടിയിൽ നിന്ന് മുകൾക്കാണ് വരുന്നത്. ഉയരുന്ന സമയത്ത് മുകളിലത്തെ ഭാഗങ്ങളാണ് ആദ്യം കൊണ്ടേണ്ടത്. അപ്പൊ അങ്ങനെ പ്രകൃതി വെച്ച് നോക്കുമ്പോൾ കാലിട്ടാണ് ആദ്യം വെക്കേണ്ടത് എന്നാണ് പറയുന്നത്. അപ്പൊ അല്ലാഹു അഅലം അതാണ് ഒന്നുകൂടി പ്രബലമായി മനസ്സിലാവുന്നത്. നമ്മൾ ഏത് രൂപത്തിൽ ചെയ്താലും നമുക്ക് പ്രശ്നമില്ല. ശരി, ഇനി നമ്മൾ സുജൂദിലേക്ക്
പ്രവേശിച്ചു കഴിഞ്ഞാൽ സുജൂദിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉമിർതു അൻ അസ്ജുദ അലാ സബ്അത്തി അഅ്ളുമി, 7 അവയവങ്ങളിലായി സുജൂദ് ചെയ്യുവാൻ ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. 7 അവയവങ്ങളിലായി സുജൂദ് ചെയ്യുവാൻ ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയതാണ്. അപ്പോൾ റസൂൽ ആദ്യം നെറ്റി പറഞ്ഞു, എന്നിട്ട് വഅശാറ ബിയദിഹി ഇലാ മുഫിഹി, റസൂൽ മൂക്കിലേക്ക് ചൂണ്ടി, വഅലൽ ജബ്ഹ, നെറ്റി എന്ന് പറയുകയും ചെയ്തു, മൂക്കിലേക്ക് ചൂണ്ടി, നെറ്റി കാണിച്ചിട്ട് മൂക്കിലേക്ക് ചൂണ്ടും ചെയ്തു. അപ്പൊ ഇതിന് നെറ്റിയും മൂക്കും ഉണ്ടെന്ന് മനസ്സിലായി. അവിടെ ചുവപ്പ് വരപ്പെടുത്തിണ്ടാവും. നെറ്റി സുജൂദിൽ വെക്കണം, അതുപോലെ മൂക്ക് സുജൂദിൽ കുത്തണം. വഅലൽ യദൈൻ, 2 കൈകൾ സുജൂദിൽ വെക്കണം. വഅല റുക്ബതൈൻ, 2 കാൽമുട്ടുകൾ സുജൂദിൽ വെക്കണം. വഅത്റാഫുൽ ഖദമൈൻ, ഇതാണ് അധിക ആൾക്കാർക്ക് തെറ്റ് സംഭവിക്കാറുള്ളത്. കാലിന്റെ വിരലിന്റെ അടിഭാഗമാണ് കൊള്ളേണ്ടത്, കാൽവിരലിന്റെ പള്ളയാണ്. ഇപ്പൊ നമ്മൾ ചിലപ്പോൾ സുജൂദ് ചെയ്യുമ്പോൾ ആളുകൾ എന്ത് ചെയ്യും, കാൽവിരലിന്റെ മുകളിലത്തെ ഭാഗം അതിങ്ങനെ നോക്കും, അല്ലെങ്കിൽ ഒരു കാലിൽ കൊണ്ട് ഒരു കാല് കയറ്റി വെക്കും. ഇങ്ങനെയൊക്കെ ആളുകൾ സുജൂദ് ചെയ്യാറുണ്ട്. അങ്ങനെ സുജൂദ് ചെയ്താൽ സുജൂദ് ശരിയാവില്ല. ഇപ്പൊ സുജൂദ് റുക്നാണ്, റുക്ന് ശരിയായിട്ടില്ലെങ്കിൽ അറക്കായത്തിനത് ബാധിക്കും, അത് നമസ്കാരത്തിന് തന്നെ ബാധിക്കും. അപ്പൊ അതുകൊണ്ട് അത് നല്ല ശ്രദ്ധിക്കണം. ഈ 8 അവയവങ്ങൾ ഇത് സുജൂദിൽ പതിയുന്നുണ്ട് നമ്മൾ ഉറപ്പുവരുത്തണം. പ്രത്യേകിച്ച് ഈ കാലിന്റെ പള്ളകൾ സുജൂദിൽ തട്ടണം. ശരി, അങ്ങനെ നമ്മൾ സുജൂദ് ചെയ്താൽ ശ്രദ്ധിക്കേണ്ട കാര്യം, കൈകൾ എങ്ങനെ വെക്കണം, കൈകൾ എങ്ങനെ വെക്കണം. ഇബ്നു ഖുദാമ റഹ്മത്തുള്ളാഹി പറയാണ്, വയസ്തഹിബു അയ്യല റാഹതൈഹി അലൽ അർദ്, നിലത്ത് വെക്കേണ്ടത് റാഹത്തുകളാണ്. അഥവാ ഈ ഭാഗം നമ്മൾ കഫ് എന്ന് പറഞ്ഞ കൈപ്പത്തി, ഇത് രണ്ടും ഭൂമിയിൽ വെക്കണം. മബ്സൂത്തൈഹി, നീട്ടി പിടിച്ച അവസ്ഥയിൽ. അപ്പോൾ ഇവിടെ കൈകൾ വെച്ച് ഇങ്ങനെ എന്ത് ചെയ്യണം, നീട്ടി വെക്കണം. അപ്പൊ ഇങ്ങനെ മടക്കി വെക്കാൻ പാടില്ല, ചുരുക്കി പിടിക്കാൻ പാടില്ല, നീട്ടി വെക്കണം. മൽമൂമത്തൈ അൽ അസ്വാബിഅ ബഅദുഹാ ഇലാ ബഅദ്, വിരലുകൾ പരസ്പരം ചേർത്ത് വെക്കണം. നമ്മൾ തക്ബീറത്തുൽ ഇഹ്റാമിൽ പഠിച്ചില്ലേ, ഇങ്ങനെ വിരലുകൾ കൂട്ടിപ്പിടിക്കണം. അതേപോലെ തന്നെ വിരലുകൾ കൂട്ടിപ്പിടിക്കണം. മുസ്തഖ്ബിലൻ ബിഹിമാ അൽ ഖിബ്ല, ഖിബ്ലയിലേക്ക് നേരെയായിരിക്കണം. അപ്പൊ കൈകൾ വെക്കുമ്പോൾ ചില ആൾക്കാരെ കൈകൾ വെക്കുമ്പോൾ കാണാൻ അങ്ങനെ ചെരിഞ്ഞിട്ടുണ്ടാവും, 2 വശത്തേക്ക് ചെരിച്ചു വെക്കും. അങ്ങനെ വെക്കാൻ പാടില്ല, ഖിബ്ലയിലേക്ക് സ്ട്രൈറ്റ് ആയിട്ടായിരിക്കണം കൈകൾ വെക്കേണ്ടത്. അപ്പോൾ 3 കാര്യങ്ങൾ, ഒന്ന് മബ്സൂത്തൈഹി, ഇവിടെ പിടിക്കണം. 2 വിരലുകൾ പരസ്പരം കൂട്ടിപ്പിടിക്കണം. 3ാമത്തേത് ഖിബ്ലയിലേക്ക് നേരെയായിരിക്കണം. ഇങ്ങനെയാണ് കൈകൾ വെക്കേണ്ടത്. ഇനി ഈ കൈകൾ എവിടെ വെക്കണം? ചിലപ്പോൾ ചില ആൾക്കാർ വയറിന്റെ അവിടെ വെക്കണതാണ്, ചില ആൾക്കാർ നല്ല എന്ത് ചെയ്യും, മുന്നിലേക്ക് വെക്കണ കാണാം. കൈകൾ ശരിക്കും എവിടെ വെക്കണം? 2 രൂപത്തിൽ കൈകൾ വെക്കാം. വാഇൽ ഇബ്നു ഹുജ്ർ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുറിച്ച് പറയാണ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സജദ, റസൂൽ സുജൂദ് ചെയ്തപ്പോൾ ഫജഅല കഫൈഹി ബിഹിദാഇ ഉദ്നൈഹി, റസൂൽ തന്റെ ചെവിയുടെ അതുവരെ വെച്ചു. അപ്പോൾ ഒന്നുകിൽ നമുക്ക് എന്ത് ചെയ്യാം, ചെവി വരെ, ചെവിയുടെ ആ ഭാഗം വരെ കൈകൾ വെക്കാം. നമ്മുടെ കൈയിന്റെ അറ്റം ചെവിയുടെ അവിടെ വരുന്നവരെ വെക്കാം. അല്ലെങ്കിൽ മറ്റൊരു ഹദീസിൽ ഇബ്നു ഹുമൈദ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ അദ്ദേഹം പറയാണ്, അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുജൂദ് ചെയ്ത സമയത്ത് എന്ത് ചെയ്തു, പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളഅ കഫൈഹി അല ഹദവ മൻകിബൈഹി, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചുമല് വരെ കൈകൾ വെച്ചു. അപ്പൊ ചുമല് വരെ എന്ത് ചെയ്തു, കൈകൾ വെച്ചു. അപ്പൊ ഈ ചിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും, ഏകദേശം ചുമല് വരെ കൈകൾ വെച്ചിട്ടുണ്ട് അല്ലേ. ഒന്നുകിൽ നമുക്ക് അങ്ങനെ അല്ലെങ്കിൽ ഒന്നുകൂടി കയറ്റിയിട്ട് നമ്മൾ ചെവിയുടെ അതുവരെ എത്തണവരാണ്. നമ്മൾ തക്ബീറത്തുൽ ഇഹ്റാം പഠിച്ചപ്പോൾ അങ്ങനെ പഠിച്ചത് അല്ലേ, കൈകൾ ഉയർത്തുമ്പോൾ ഒന്നുകിൽ ചുമല് വരെ അല്ലെങ്കിൽ ചെവി വരെ. അത് തന്നെയാണ് സുജൂദിൽ ശ്രദ്ധിക്കേണ്ടത്, ഒന്നുകിൽ ചുമല് വരെ അല്ലെങ്കിൽ ചെവി വരെ. അപ്പൊ നമ്മൾ കുറെ കയറ്റി കുറെ ആൾക്കാരും അതുകൊണ്ടൊന്നും നമസ്കാരത്തിന് പ്രശ്നമല്ല, പക്ഷെ അതൊക്കെ സുന്നത്തിനെതിരായ രൂപങ്ങളാണ്. ഈ 2 രൂപങ്ങളാണ് സുന്നത്തിനോട് യോജിച്ച രൂപങ്ങൾ. ശരി, അപ്പൊ അങ്ങനെ കൈകൾ വെച്ചു. പിന്നെ കൈകൾ നോക്കിയാൽ ഈ ഭാഗം എന്ത് ചെയ്തിട്ടുണ്ട്, ഉയർത്തിയിട്ടുണ്ട്. ഇത് നിലത്തില്ലേ, അപ്പൊ ഇങ്ങനെ വെക്കാൻ പാടില്ല. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ അത് പാടില്ല. റസൂൽ പറഞ്ഞു, സുജൂദിൽ നിങ്ങൾ ഇഅ്തിദാലാവും, വലാ യബ്സുതു അഹദുകും ദിറാഇഹി ഇൻബിസാത്തുൽ കൽബ്, നായ കൈകൾ പരത്തി വെക്കുന്നത് പോലെ നിങ്ങൾ പരത്തി വെക്കരുത്.
അപ്പൊ നായ കിടന്നതായ ഇങ്ങനെ കൈകൾ അതുപോലെ നിങ്ങൾ സുജൂദിലും കിടക്കരുത്. പിന്നെ നിങ്ങൾ എങ്ങനെ വെക്കണം? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ സജദത, നീ സുജൂദ് ചെയ്താൽ കഫൈക, നിന്റെ കഫുകൾ വെക്കണം, വർഫഅ മിർഫഖൈക, മിർഫഖനാലി ഈ മുട്ടുഭാഗം ഇത് നീ എന്ത് ചെയ്യണം? ഉയർത്തണം. അപ്പൊ നിങ്ങൾ ഉയർത്തി വെക്കണം, ഉയർത്തി വെക്കണം. അത് എത്രത്തോളം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉയർത്തി കഴിഞ്ഞാൽ ഹദീസിൽ കാണാം, ഇദാ സല്ല ഫറജ ബൈന യദൈഹി, റസൂൽ കൈകൾ ഇങ്ങനെ ഉടർത്തും, ഹത്താ യതുവ ബയാദു യദൈഹി, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കക്ഷത്തിലെ ഉടുപ്പ് കാണുമാർ റസൂൽ ഉടർത്തുമാണ്. അപ്പോൾ അത്രയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടർത്തും. മൈമുന റളിയല്ലാഹു അൻഹ പറയാണ്, റസൂൽ അങ്ങനെ ഉടർത്തി കഴിഞ്ഞാൽ ലൗ ശാഅത് ബഹമത്തുൻ തമറ ബൈന യദൈഹി ലമറ, അതിന്റെ അടിയിലൂടെ ഒരു ചെറിയ മൃഗത്തിന് നടന്നു പോകണമെങ്കിൽ അത് നടന്നു പോകുമായിരുന്നു. അത്രയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൈകൾ ഉയർത്തുമായിരുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? കൈകൾ ഇവിടെ എടുക്കണം. ഈ കഫ് കൈപ്പത്തി മാത്രം നിലത്ത് കുത്തണം, ബാക്കിയുള്ള ഭാഗങ്ങൾ ഇവിടെ എടുക്കണം. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, നമ്മളിപ്പോ ജമാഅത്തൊക്കെ നിസ്കരിക്കുമ്പോൾ എന്ത് ചെയ്യും? അങ്ങനെ കൈകൾ എടുത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അപ്പുറത്തന്നെ മേത്തോളൂ. അപ്പൊ ചിലപ്പോൾ പിന്നെ നമസ്കാരത്തിൽ അങ്ങനെ മറ്റു മുസ്ലിമിനെ ഉപദ്രവത്തിലാക്കാൻ ഇത് സുന്നത്താണ്. മുസ്ലിമിനെ ഉപദ്രവിക്കാതെ അത് ഹറാമാണ്. അവർ സുന്നത്തിയാൻ വേണ്ടി നമ്മൾ ഹറാം ചെയ്യാൻ പാടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. നമ്മൾ ഇമാമായിട്ടും ഒറ്റക്ക് നിസ്കരിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? നല്ലോണം ചെയ്യാൻ പറ്റില്ല. നമ്മുടെ കൈയിലെ പരമാവധി അപ്പുറത്തിനാൾ ഉപദ്രവിക്കാത്ത രൂപത്തിൽ നമ്മൾ കൈകൾ വളർത്തുക. അപ്പൊ അത്രയുമാണ് കൈകളുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കാനുള്ളത്. പിന്നെ കാലിട്ട് വെക്കണം, അതുപോലെ തന്നെ ഈ അത്രാഫുൽ ഖദമൈൻ വെക്കണം. അപ്പൊ കാലിട്ട് ചെയ്യാൻ പാടില്ല, വയറ് തട്ടാൻ പാടില്ല. ചില ചുരുണ്ടുകൂടും. അതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിൽ ഇഅ്തിദാൽ സമമായിട്ട് എന്റെ റസൂൽ സുജൂദിൽ എന്ത് ചെയ്യണം? ഇഅ്തിദാൽ പാലിക്കണം. ഇങ്ങനെ ചുരുണ്ടുകൂടാൻ പാടില്ല. കണങ്ക ഈ തൊടയിൽ നിന്ന് വയറോട്ട് നിൽക്കണം, അതുപോലെ തൊടയിൽ നിന്ന് കണങ്കാലോട്ട് നിൽക്കണം. അങ്ങനെയാണ് സുജൂദ് ചെയ്യേണ്ടത്. അതുപോലെ കാലുകൾ വെച്ച് നോക്കി നിങ്ങൾ കൂട്ടി വെക്കണം. രണ്ട് കാലുകൾ ഇങ്ങനെ വിടർത്തി വെക്കാൻ പാടില്ല, രണ്ട് കാലുകൾ കൂട്ടി വെക്കണം. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ സുജൂദിൽ ശ്രദ്ധിക്കാനുണ്ട്. കൈകൾ മുതൽ കാലുകൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ശ്രദ്ധ ചെയ്യുമ്പോഴാണ് യഥാർത്ഥ സുജൂദ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അഖറബുമാ യകൂനുൽ അബ്ദു മിർ റബ്ബിഹി വഹുവ സാജിദ്, ഒരടിമ അല്ലാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കുന്നത് സുജൂദിലാകുമ്പോഴാണ്. അപ്പൊ നമ്മൾ അല്ലാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കുന്ന സമയമാണ് സുജൂദ്. അതുകൊണ്ട് ആ സുജൂദ് നമ്മൾ ശരിയായ രൂപത്തിൽ തന്നെ എന്ത് ചെയ്യണം? നിർവഹിക്കണം. സുജൂദിൽ നമുക്ക് ചെല്ലേണ്ട പ്രാർത്ഥനകൾ എന്തൊക്കെയുണ്ട്? പറഞ്ഞോളൂ, എന്തൊക്കെ ചെല്ലാം? സുബ്ഹാന റബ്ബിൽ അഅ്ലാ, സുബ്ഹാനല്ലാഹി റബ്ബനാ വബിഹംദിക അല്ലാഹു ഇഗ്ഫിർ ലി, സുബ്ഹാന ഖുദ്ദൂസുൻ റബ്ബുൽ മലായികതി വർ-റൂഹ്, اللهم اغفر لي ذنبي كله دقه وجله واوله واخره وعلانيته وسره. ഇങ്ങനെ തുടങ്ങിയ പ്രാർത്ഥനകളൊക്കെ നമുക്ക് സുജൂദിലല്ല. ഈ അവസാന പറഞ്ഞ പ്രാർത്ഥന വളരെയധികം മഹത്വമുള്ള പ്രാർത്ഥനയാണ്. അത് എന്തായാലും അറിയാത്തവർ പഠിക്കണം. اللهم اغفر لي ذنبي كله دقه وجله واوله واخره وعلانيته وسره. കാരണം സുജൂദ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു അല്ലാഹുവിലേക്ക് ഏറ്റവും അടുക്കുന്ന സമയമാണ്. റസൂൽ തന്നെ പറഞ്ഞു ഫക്സിറു ദുആ, അതുകൊണ്ട് നിങ്ങൾ ദുആ അധികരിപ്പിക്കണം. സുജൂദിൽ പ്രാർത്ഥന അധികരിപ്പിക്കണം. ദുനിയവിയായ ഉഖ്റവിയായ എല്ലാ കാര്യങ്ങളും സുജൂദിൽ പ്രാർത്ഥിക്കണം. എന്നാൽ പ്രാർത്ഥനക്കായിട്ട് സുജൂദ് കിടക്കാൻ പറ്റുമോ? പറ്റില്ല. ഒരാള് നമസ്കാരം കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കാനായിട്ട് സുജൂദ് ചെയ്യാം, അത് പാടില്ല, അത് വിരോധിക്കപ്പെട്ട കാര്യമാണ്. എന്നാൽ നമ്മൾ സുന്നത്തസ്കാരങ്ങളും ഫർദസ്കാരങ്ങളൊക്കെ സുജൂദ് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് എന്ത് ചെയ്യാം? റസൂൽ നിങ്ങൾ ദുആ അധികരിപ്പിക്കണം. കാരണം നിങ്ങൾക്ക് ഫഖമിനുൻ അയ്യുസ്തജാബ ലക്കും, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് സുജൂദിൽ നമ്മൾ പ്രാർത്ഥന അധികരിപ്പിക്കണം. അപ്പൊ അവിടെ ഈ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ മുഴുവൻ ഇസ്തിഗ്ഫാറാണ്. അല്ലാഹുമ്മ ഇഗ്ഫിർ ലി ദംബി കുല്ലഹു, അല്ലാഹുവിന്റെ എല്ലാ പാപങ്ങളും പൊറുക്കണം. ദിഖഹു വജല്ലഹു, ഏറ്റവും ചെറുതും ഏറ്റവും വലുതും, വഅവലഹു വആഖിറഹു, ആദ്യം ചെയ്തതും അവസാനം ചെയ്തതും, വഅലാനിയതഹു വസറഹു, രഹസ്യമായി ചെയ്തതും പരസ്യമായി ചെയ്തതും, ഇതിന്റെ എല്ലാ പാപങ്ങളും പുറത്തേക്കണമെന്നില്ലേ ഒരു ഇസ്തിഗ്ഫാറിന്റെ പ്രാർത്ഥന. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ചൊല്ലണം. സുബ്ഹാന റബ്ബിൽ അഅ്ലാ എന്ന് പ്രാവശ്യം നമ്മൾ പറയണം. എന്നിട്ടാണ് ഈ പ്രാർത്ഥനകളൊക്കെ നമ്മൾ മാറി മാറി ചെല്ലേണ്ടത്. ശരി, അതാണ് സുജൂദ് ശ്രദ്ധിക്കേണ്ടത്. ഇനി സുജൂദ് കഴിഞ്ഞാൽ നമ്മൾ അല്ലേ പിന്നെ ജുലൂസുൽ ബൈന സജ്ദതൈൻ, സുജൂദിന്റെ രണ്ട് സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തം, അത് മറ്റൊരു റുക്നാണ്. ആ ഇരുത്തത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എങ്ങനെ ഇരിക്കണം? ഇങ്ങനെയാണ് നമ്മൾ സാധാരണ ഇരിക്കുക അല്ലേ? ഇതാണ് സുന്നത്തായ ഒരു രൂപം.
ഈ ഇരുത്തത്തിനാണ് ഇഫ്തിറാഷ് എന്ന് പറയുന്നത്. ഇഫ്തിറാഷ് ഹദീസിൽ കാണാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തശഹുദിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഇഫ്തറശ റിജ്ലഹു യുംന, തന്റെ ഇഫ്തറശ റിജ്ലഹു യുസ്ര, തന്റെ ഇടത്തെ കാലിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പരത്തി വെക്കും. വനസബ റിജ്ലഹു യുംന, തന്റെ വലത്തെ കാൽ റസൂൽ നാട്ടി വെക്കും. ഇഫ്തിറാഷിന്റെ ഇരുത്തമാണ് പറയുന്നത്. ഈ ഇരുത്തമാണ് സുന്നത്തായ ഒരു രൂപം. സുന്നത്തായ രണ്ടാമത്തെ രൂപമാണ് ഇത്. ഇതിനെ ഇഖ്ആ എന്നാണ് പറയുന്നത്. ഇഖ്ആ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുയോട് ചോദിക്കുന്നുണ്ട് ഈ ഇഖ്ആഇനെ കുറിച്ച്. താബീഈങ്ങൾ പറയുന്നത് പുന്നാലി ഇബ്നു അബ്ബാസ്, ഞങ്ങൾ ഇബ്നു അബ്ബാസിനോട് ചോദിച്ചു ഫിൽ ഇഖ്ആഇ അൽ ഖദമി, ഇങ്ങനെ ഖദമിൽ ഇഖ്ആ ചെയ്യുന്നതിന്റെ വിധി എന്താണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഹിയ സുന്ന, അത് സുന്നത്താണ്. ഹിയ സുന്നത്തു നബിയിക സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളുടെ നബിയുടെ സുന്നത്താണ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഇരുത്തവും സുന്നത്താണ്. അപ്പോൾ ഇഫ്തിറാഷിന്റെ ഇരുത്തം സുന്നത്താണ്, ഈ ഇരുത്തവും സുന്നത്താണ്. ഇനി മൂന്നാമത്തെ ഇരുത്തം അത് വിരോധിക്കപ്പെട്ടിരിക്കണം, ഇരിക്കാൻ പാടില്ല. അതിന് ഉഖബത്തു ശൈത്താൻ എന്നാണ് പറയുന്നത്. ഉഖബു ശൈത്താൻ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ച ഇരുത്താണ്. അതെങ്ങനെയാണ്? അതിന്റെ ചിത്രം കൊടുത്തിട്ടില്ല. നമ്മൾ രണ്ട് വശത്തേക്ക് കാല് വിടർത്തി വെക്കുക, എന്നിട്ട് നടുവിലിരിക്കുക. രണ്ട് വശത്തേക്ക് കാല് വിടർത്തിയിട്ട് അതിന്റെ നടുവിലിരിക്കുക. അങ്ങനെ സാധാരണ ആൾക്കാർ ഇരിക്കാറില്ല. പക്ഷെ അങ്ങനെ ഇരുന്നാൽ അത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിട്ടാണ്. ഉഖബു ശൈത്താൻ എന്നാണ് പറയുന്നത്. ആയിരിക്കാൻ പാടില്ല, നമ്മൾ ഇരിക്കാൻ പാടില്ല. എങ്ങനെ? അല്ല, ചമ്രമടിയല്ല. ചമ്രമടി രണ്ട് കാലം ഇങ്ങനെയല്ല. ഇത് എങ്ങനെയാ വെച്ചാൽ നമ്മൾ പിന്നിക്കന്നെ കാല് വെച്ചു, പക്ഷെ ഇടത്തെ കാല് ഈ സൈഡ് വെക്കും, വലത്തെ കാല് ഈ സൈഡ് വെക്കും, എന്നിട്ട് അതിന്റെ നടുവിലിരിക്കുക. അങ്ങനെയുള്ള ഇരുത്തം അത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിട്ടുണ്ട്. ശരി, ഇനി ഇനി കൈകൾ എങ്ങനെയാണ്? അപ്പോൾ രണ്ട് രൂപത്തിൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൈകൾ വെച്ചിട്ടുണ്ട്. ഒരു ഹദീസിൽ കാണാം വവളഅ കഫഹു യുംന അലാ ഫഖദിഹി യുംന വവളഅ കഫഹു യുസ്റ അലാ ഫഖദിഹി യുസ്റ. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ വലത്തെ കൈ വലത്തെ തുടയിൽ വെച്ചു, ഇടത്തെ കൈ ഇടത്തെ തുടയിൽ വെച്ചു. അതാണ് ഈ രൂപം. ഇത് കുറച്ച് വ്യക്തത കുറവുണ്ടാവും. അതാണ് മുട്ട്, മനസ്സിലാവുന്നില്ലേ? അപ്പൊ ഇത് തൊടണ, ഇത് തൊടണ വെക്കണ രൂപം. ഈ മുട്ടിന്റെ അറ്റത്തേക്ക് വരുന്ന രൂപത്തിൽ തൊടണ വെക്കുക. തൊടണ നല്ല കയറ്റിയിട്ടല്ല, മുട്ടിന്റെ അറ്റത്തേക്ക് വരുന്ന രൂപത്തിൽ തൊടണ വെക്കുക. ഇതാണ് ഒരു രൂപം. രണ്ടാമത്തെ രൂപം വവളഅ യദഹു യുസ്റ അലാ റുക്ബത്തിഹി യുസ്റ വവളഅ യദഹു യുംന അലാ റുക്ബത്തിഹി യുംന. ഇടത്തെ കൈ ഇടത്തെ കാലിലും വലത്തെ കൈ വലത്തെ കാലിലും വെക്കുക. അതാണ് രണ്ടാമത്തെ രൂപം. അപ്പൊ ഇതിൽ ഒന്നുകൂടി കാണാൻ പറ്റുന്നുണ്ടാവും. കണ്ടോ, ഇത് മുട്ടിലേക്ക് അറക്കി വെച്ചിട്ടാണ്. ഇങ്ങനെ മുട്ടിലേക്ക് എന്ത് ചെയ്യാം? അറക്കി വെക്കുക. അപ്പൊ ഒന്നാമത്തെ രൂപം രണ്ട് കൈകളും തുടയിൽ വെക്കലാണ്. രണ്ടാമത്തെ രൂപം രണ്ട് കൈകളും കാലിൽ വെക്കലാണ്. ഈ രണ്ട് രൂപത്തിൽ വെച്ചാലും അത് സുന്നത്തിനോട് യോജിച്ചു വന്നതാണ്. ഇനി അതിൽ നമ്മൾ ചെല്ലേണ്ട പ്രാർത്ഥനകൾ എന്തൊക്കെയാണ്? അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വആഫിനി എന്ന പ്രാർത്ഥന ചെല്ലാം. അങ്ങനെ രണ്ടാം സുജൂദ് നമ്മൾ ചെയ്യുന്നു. അതോടുകൂടി ഒന്നാമത്തെ റക്അത്തിലേക്ക്. ഒന്നാമത്തെ റക്അത്ത് കഴിഞ്ഞാൽ രണ്ടാമത്തെ റക്അത്തിലേക്ക് എഴുന്നേൽക്കുമ്പോൾ അവിടെയുള്ള ഒരു ഇരുത്തമാണ് ജിൽസത്തുൽ ഇസ്തിറാഹ അല്ലെങ്കിൽ ജുലൂസുൽ ഇസ്തിറാഹ എന്ന് പറയുന്നത്. റാഹത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഇരുത്തം. ഈ ഇരുത്തം സുന്നത്താണല്ലേ? ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ശക്തമായ വ്യത്യാസമുള്ള ഒരു മസലയാണ്. ചില പണ്ഡിതന്മാർ പറഞ്ഞു ഈ ഇരുത്തം സുന്നത്താണ്. ഈ ഇരുത്തം നിരുപാധികം സുന്നത്താണ്, എല്ലാവർക്കും ഏത് സമയത്തും സുന്നത്താണ്. ചില പണ്ഡിതന്മാർ പറഞ്ഞു ഈ ഇരുത്തം സുന്നത്തേ അല്ല, ആർക്കും സുന്നത്തില്ല. ചില പണ്ഡിതന്മാർ പറഞ്ഞു ഈ ഇരുത്തം ചില സമയത്ത് സുന്നത്താവും, ചില സമയത്ത് സുന്നത്താവും. അപ്പൊ ഈ ഇരുത്തം എപ്പോഴാണ് വരിക? ഒന്നാമത്തെ റക്അത്തിലും മൂന്നാമത്തെ റക്അത്തിലാണ് വരിക. രണ്ടാമത്തെ റക്അത്തിലും ഒന്നും ഈ ഇരുത്തല്ല, ഒന്നാമത്തെ റക്അത്തിലും മൂന്നാമത്തെ റക്അത്തിലാണ് ഇരുത്തം വരിക. അപ്പോൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ മാലിക് ഇബ്നുൽ ഹുവൈരി റളിയല്ലാഹു അൻഹു പറയാണ് അന്നഹു റഅ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹം റസൂലിനെ കണ്ടു. റസൂൽ എന്ത് ചെയ്തു? ഫഇദാ കാന ഫീ വിത്രിൻ മിൻ സ്വലാത്തിഹി, നമസ്കാരത്തിന്റെ ഒറ്റയിട്ട റക്അത്തുകളിൽ 1-3 റക്അത്തുകളിൽ ലം യൻഹൽ ഹത്താ യസ്തവിയ ഖാഇദ, റസൂൽ ഒന്ന് നേരെ ഇരിക്കുന്നതിനും ഇരുന്നിട്ടല്ലാതെ എഴുന്നേറ്റിട്ടില്ല.
ജിൽസത്തുൽ ഇസ്തിറാഹ സുജൂദിന് എഴുന്നേറ്റ് നമ്മൾ ഇരുന്നു, എന്നിട്ട് നമ്മൾ നീക്കലാണ്. ഈ ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേൽക്കുന്നതിന് മുമ്പായി കൊണ്ട് ഹത്താ യസ്തവിയ ഖാഇദ, റസൂൽ നേരെ ഇരുന്നു. ഇന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉയർന്നു. മറ്റൊരു ഹദീസിൽ റസൂൽ ഇരുന്നു, എന്നിട്ട് ഭൂമിയിൽ കൈകൾ വെച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉയർന്നു എന്നും നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഹദീസിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞത് ജിൽസത്തുൽ ഇസ്തിറാഹ സുന്നത്താണ്. അതുകൊണ്ട് നമ്മൾ സുജൂദ് ചെയ്തിട്ട് നമ്മൾ നേരെ ഇരിക്കണം, എന്നിട്ട് കൈകൾ കുത്തിയിട്ട് കൈയിൽ ബലം കൊടുത്തിട്ടാണ് നമ്മൾ എഴുന്നേൽക്കേണ്ടത്. എന്നാൽ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹി പോലുള്ള പണ്ഡിതന്മാർ, അല്ലാഹു അലം, അതാണ് ഒന്നുകൂടി പ്രബലമായി നമുക്ക് മനസ്സിലാവുന്നത്. അദ്ദേഹം പറഞ്ഞത് ഒരാൾക്ക് കൈ കുത്താതെ നീക്കാൻ കഴിയൂല, ബുദ്ധിമുട്ടാണ്. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് സുന്നത്ത് കൈകൾ കുത്തിയിട്ട് എഴുന്നേൽക്കലാണ്. ഒരാൾക്ക് കൈകൾ കുത്താതെ കാലിൽ ബലം കൊടുത്തിട്ട് എഴുന്നേൽക്കാൻ കഴിയുമെങ്കിൽ അയാൾക്ക് സുന്നത്ത് ജിൽസത്തുൽ ഇസ്തിറാഹ ഇരിക്കാതിരിക്കലാണ്. അപ്പൊ ഇതെങ്ങനെ തെളിവെടുക്കുന്നത്? ഇത് ഇപ്പൊ നമ്മുടെ ഹദീസ് പറഞ്ഞല്ലേ, ആ ഹദീസ് വ്യക്തമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്നതിന് ശേഷമാണ് എഴുന്നേറ്റത്, സ്വഹീഹായ ഹദീസാണ്. പക്ഷേ ആ ഹദീസ് റിപ്പോർട്ട് ചെയ്ത ആരാ? മാലിക് ഇബ്നു ഹുവൈരിസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം റസൂലിന്റെ അടുത്തേക്ക് വരുന്നത് തബൂക്ക് യുദ്ധത്തിന്റെ സമയത്ത്, തബൂക്കിന് വേണ്ടി സ്വഹാബത്ത് ഒരുങ്ങുന്ന സമയത്താണ്. തബൂക്ക് എന്ന് പറയുമ്പോൾ ഹിജ്റ 9-ലാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര വയസ്സായി? 61 വയസ്സായിട്ടുണ്ട്. അപ്പോൾ റസൂലിന്റെ അവസാന കാലഘട്ടത്തിലാണ് ഇദ്ദേഹം റസൂലിനെ കാണുന്നത്. അപ്പോഴേക്കും റസൂൽ അവശനായിട്ടുണ്ട്, റസൂലിനെ കൈ കുത്താതെ എഴുന്നേൽക്കാൻ പറ്റാത്ത അവസ്ഥയായിട്ടുണ്ട്. അതുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൈകൾ കുത്തിയിട്ട് എഴുന്നേറ്റു. എന്നാൽ റസൂലിന്റെ യുവത്വ കാലഘട്ടത്തിലെ നമസ്കാരത്തെ ഉദ്ധരിക്കുമ്പോഴൊന്നും ഈ ഇരുത്തം പറയുന്നില്ല. അപ്പൊ അതിന് മനസ്സിലാണ് റസൂൽ ആ സമയത്ത് ഈ ഇരുത്തം ഇരുന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഒരാൾക്ക് കാലിൽ ബലം കൊടുത്ത് എഴുന്നേൽക്കാൻ കഴിയുമെങ്കിൽ അയാൾക്ക് അതാണ് സുന്നത്ത്. എന്നാൽ വാർദ്ധക്യത്തിലെ രോഗിയാണ്, ബുദ്ധിമുട്ടാണ്, അപ്പൊ അയാൾക്ക് കൈകൾ കുത്തിയിട്ട് എഴുന്നേൽക്കലാണ് അയാൾക്ക് സുഖമെങ്കിൽ അയാൾക്ക് സുന്നത്ത് അതാണ്. അപ്പൊ നമ്മൾ ഏത് രൂപത്തിൽ ചെയ്താലും അത് പ്രശ്നമല്ല, അല്ലാഹു അക്ബർ. അങ്ങനെ ജിൽസത്തുൽ ഇസ്തിറാഹ നമ്മൾ രണ്ടാമത്തെ റക്അത്തിലേക്ക് എഴുന്നേറ്റു. പിന്നെ രണ്ടാമത്തെ റക്അത്തിൽ എന്തൊക്കെ വേണം? നിയ്യത്ത് വേണം, തക്ബീറത്തുൽ ഇഹ്റാം വേണം, ദുആഉൽ ഇസ്തിഫ്താഹ് വേണം, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം വേണം. അതിന്റെ ചർച്ച നമ്മൾ ചെയ്തിരുന്നു. പിന്നെ ബിസ്മി മുതലാണ് അയാൾ ഓതി തുടങ്ങുന്നത്. പിന്നെ അതേപോലെ ചെയ്യാം. പിന്നെ രണ്ടാമത്തെ റക്അത്തിൽ തശഹ്ഹുദ് വരും. ഇതാണ് നമുക്ക് അടുത്ത വിശദീകരിക്കാൻ. അത്തശഹ്ഹുദുൽ അവ്വൽ, ഒന്നാമത്തെ തശഹ്ഹുദ്. 3-4 റക്അത്തുകളുടെ നമസ്കാരമാണെങ്കിൽ ഒന്നാമത്തെ തശഹ്ഹുദ്. ആ തശഹ്ഹുദിൽ എങ്ങനെയാണ് ഇരിക്കേണ്ടത്? ആ തശഹ്ഹുദിൽ ഇരിക്കേണ്ടത് ഇഫ്തിറാശിലിരുത്താണ്. ഇതാണ് പ്രബലമായ അഭിപ്രായം. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു, അതേ ഇഫ്തിറാശിലിരുത്താണ് ഒന്നാമത്തെ തശഹ്ഹുദിൽ ഇരിക്കേണ്ടത്. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ തശഹ്ഹുദിൽ ഏത് വരെ ചെല്ലണം? അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹി വരെ ചെല്ലിയാൽ മതിയോ? അത് ഇബ്രാഹിം സ്വലാത്ത് മുഴുവനായിട്ട് ചെല്ലണം? അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് എന്ന് മാത്രം പറഞ്ഞാൽ മതിയോ? അങ്ങനെ അഭിപ്രായങ്ങളാണ്. അതിൽ അല്ലാഹു അലം പ്രബലമായി മനസ്സിലാവുന്നത് അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹി വരെ ചെല്ലിയാൽ മതി. അതാണ് ഏറ്റവും ശരിയായ അഭിപ്രായം. അപ്പൊ ഇന്നൊക്കെ മസ്ജിദ് വരെ ഒരാൾ ചെല്ലിയാലോ പ്രശ്നമില്ല, അങ്ങനെ പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. പക്ഷേ പ്രബലമായ അഭിപ്രായ പ്രകാരം അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹി വരെ ചെല്ലിയാൽ. കാരണം ആ തശഹ്ഹുദ് ചുരുക്കേണ്ട തശഹ്ഹുദാണ്, അത് ഏറ്റവും ലളിതമായിട്ട് ചെയ്യേണ്ട തശഹ്ഹുദാണ്. അതുകൊണ്ട് അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹി വരെയാണ് ചെല്ലേണ്ടതാണ് പ്രബലമായ അഭിപ്രായം. അല്ലാഹു അക്ബർ. അങ്ങനെ ഒന്നാമത്തെ തശഹ്ഹുദ് കഴിഞ്ഞു. പിന്നെ എങ്ങനെ സ്വലാത്ത് ഒരാൾ ചെല്ലിയ പ്രശ്നമൊന്നുമില്ല. കാരണം ചെല്ലണം എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. എന്നാൽ ഏറ്റവും പ്രബലമായ അഭിപ്രായം ചെല്ലേണ്ടതില്ല, സ്വലാത്ത് തീരെ ചെല്ലണ്ട. അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹി കഴിഞ്ഞാൽ എഴുന്നേൽക്കുക. അതാണ് ഏറ്റവും ശരിയായി മനസ്സിലാവുന്നത്. അല്ലാഹു അക്ബർ. ഇനി അവസാനത്തെ തശഹ്ഹുദ്, നമസ്കാരത്തിന്റെ അവസാനത്തിലേക്ക് അത്തശഹ്ഹുദുൽ അഖീർ, അവസാന തശഹ്ഹുദ്. ഈ തശഹ്ഹുദിൽ നമ്മൾ ഇരിക്കുന്ന ഇരുത്തത്തിനാണ് തവറുക്കിന്റെ ഇരുത്തം എന്ന് പറയുന്നത്. തവറുക്കിന്റെ ഇരുത്തം ഇതാണ് അല്ലേ? നമ്മൾ ഇടത്തെ കാലം പരത്തി വെച്ച് വലത്തെ കാലം നാട്ടി വെക്കും, വലത്തെ കാലിലൂടെ ഇടത്തെ കാലം. ഇതാണ് തവറുക്കിന്റെ ഇരുത്തം എന്ന് പറയുന്നത്. തവറുക്കിന്റെ ഇരുത്തം ഇത് അവസാനത്തെ തശഹ്ഹുദിൽ മാത്രം ഉള്ള ഇരുത്താണ്. അവസാന തശഹ്ഹുദിൽ മാത്രം ഈ ഇരുത്തം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. ഈ ഇരുത്തത്തിലേക്ക് ഇരുന്ന് കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ എന്തെങ്കിലും ചെല്ലണം? ഒന്ന് തശഹ്ഹുദിൽ അശ്ഹദു അന്ന മുഹമ്മദൻ ബറകാതുഹു സ്വലവാത്തു തയ്യിബാത്തു എല്ലാം മുതൽ അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹി വരെ ചെല്ലണം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് മുതൽ ഇന്നക ഹമീദും മജീദ് വരെ ചെല്ലണം. അതാണ് റുക്ൻ. അതുവരെയായാൽ ഒരാളുടെ നമസ്കാരം ഇനി അവിടെ സലാം കൂട്ടിയാൽ നമസ്കാരം ശരിയാണ്. കാരണം റുക്നുകളൊക്കെ അവസാനിച്ചു. ഇനി സലാം കൂട്ടൽ മാത്രമല്ല റുക്ൻ.
അപ്പൊ നമ്മൾ ചെല്ലുണ്ടല്ലോ, അത് സുന്നത്താണ്. ഒരാളെ ചെല്ലില്ലെങ്കിലും പ്രശ്നമില്ല. പക്ഷെ ആ സമയത്തുള്ള പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ സാധ്യത കൂടുതലാണ്. ഇപ്പൊ സുജൂദിലും നമസ്കാരത്തിന്റെ അവസാന ഭാഗത്തും പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് ആ സമയത്ത് നമ്മൾ പ്രത്യേകം ശരണം തേടാൻ വേണ്ടി പറഞ്ഞ കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് നമ്മൾ ആ സമയത്ത് ആഡ് ചെയ്യണത്. അതുകൊണ്ടാണ്. എന്നാൽ ഒരാൾക്ക് അതിനപ്പുറം വേറെ പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ചാലോ ഒരു പ്രശ്നമില്ല. ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാതെ വേറെ പ്രാർത്ഥന പ്രാർത്ഥിച്ചാലോ അതും പ്രശ്നമില്ല. ഇപ്പൊ മുആദ് റളിയല്ലാഹു അൻഹു റസൂൽ പഠിപ്പിച്ച പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. നമ്മുടെ പല ആൾക്കാരും നിസ്കാരത്തിന് ശേഷം ദിക്റുകൾ ചൊല്ലുമ്പോഴാണ്. അത് ശരിക്കും നമ്മുടെ റസൂൽ ചെല്ലാൻ പഠിപ്പിച്ചു കൊടുത്താണ്. നിസ്കാരത്തിൽ സലാം വീട്ടുന്നതിന് മുമ്പേ ചെല്ലാൻ വേണ്ടി പഠിപ്പിച്ചു കൊടുത്ത പ്രാർത്ഥനയാണ്. അതുപോലെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂൽ പഠിപ്പിച്ചു കൊടുത്ത പ്രാർത്ഥനയുണ്ട്. എന്താ പ്രാർത്ഥന? അല്ലാഹുമ്മ ഇന്നി ളലംതു നഫ്സി ളൽമൻ കസീറ വലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത ഫഗ്ഫിർ ലി മഗ്ഫിറതൻ മിൻ ഇൻദിക വർഹംനി ഇന്നക അൻതൽ ഗഫൂറുർ റഹീം. അതറിയാത്തവര് എന്തായാലും പഠിച്ച് പ്രാർത്ഥിക്കണം. കാരണം അത് പൂർണ്ണമായി ഇസ്തിഗ്ഫാറാണ്. അല്ലാഹുമ്മ ഇന്നി ളലംതു നഫ്സി ളൽമൻ കസീറ. അല്ലാഹുവേ, ഞാൻ എൻ്റെ നഫ്സിനോട് ധാരാളം അക്രമങ്ങൾ ചെയ്തു, പാപങ്ങൾ ചെയ്തു. വലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത, നീ അല്ലാതെ വേറെ ആരും പാപങ്ങൾ പുറത്തേരില്ല. ഫഗ്ഫിർ ലി മഗ്ഫിറതൻ മിൻ ഇൻദിക വർഹംനി, അതുകൊണ്ട് നിന്റെ പക്കൽ നിന്നുള്ള മഗ്ഫിറത്ത് എനിക്ക് നൽകണമേ, കാരുണ്യം എനിക്ക് നൽകണമേ. ഇന്നക അൻതൽ ഗഫൂറുർ റഹീം, നീ ഏറെ പൊറുക്കുന്നവനും കരുണാവാരിധിയുമാണ്. ഇത് നമ്മൾ ചെല്ലേണ്ടത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്താണ് സലാം ചെല്ലാൻ. അപ്പോൾ ആ സമയത്ത് അങ്ങനെയുള്ള പ്രാർത്ഥനകൾ നമ്മൾ അധികരിപ്പിക്കണം. ശരി, ഇതൊക്കെയാണ് നമ്മൾ ആ സമയത്ത് ചെല്ലേണ്ടത്. ഇനി നമ്മൾ ആ സമയത്ത് വിരൽ ഉയർത്തണം അല്ലേ? തശഹ്ഹുദിൽ ഇരുന്ന് കഴിഞ്ഞാൽ വിരൽ ഉയർത്തണം. എപ്പോഴാണ് വിരൽ ഉയർത്തേണ്ടത്? ഇത് മദ്ഹബുകൾക്കിടയിൽ വലിയ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ്. അപ്പൊ നമ്മളൊക്കെ സംസ്ഥാനത്തിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ അറിയാൻ സാധിക്കും. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ വിരൽ ഉയർത്തണമെന്നാണ് പഠിച്ചിട്ടുണ്ടാവുക. അത് ശാഫിഈ മദ്ഹബാണ്. അതുകൊണ്ടാണ് ശാഫിഈ മദ്ഹബ് പ്രകാരം അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അപ്പ വിരൽ ഉയർത്തണം. പിന്നെ വിരൽ അനക്കാൻ പറ്റില്ല. പിന്നെ മസീഹ് ദജ്ജാൽ വരെ നിൽക്കണം. പിന്നെ താഴ്ത്തണം. മാലികി മദ്ഹബ് പ്രകാരം അത്തഹിയാത്തിന്റെ തുടക്കത്തിൽ തന്നെ വിരൽ ഉയർത്തണം. എന്നിട്ട് ഇളക്കണം. യമീനം വശിമാല, ഇടത്തെ ഭാഗത്തും വലത്തെ ഭാഗത്തും ഇളക്കണം അവസാനം. ഹനഫി മദ്ഹബ് പ്രകാരം അശ്ഹദു അല്ലാ ഇലാഹ അപ്പ ഉയർത്തണം, ഇല്ലല്ലാഹ് അപ്പ താഴ്ത്തണം. ഹംബലി മദ്ഹബ് പ്രകാരം ഇസ്മുൽ ജലാൽ അല്ലാഹുവിന്റെ പേരുകൾ വരുമ്പോൾ ഉയർത്തണം. ഇങ്ങനെയൊക്കെ അഭിപ്രായങ്ങൾ ഉണ്ട് എന്നറിയാൻ വേണ്ടി സൂചിപ്പിച്ച് മാത്രം. ഇതിൽ ശരിയായ അഭിപ്രായം ഹദീസിൽ കാണാൻ പറ്റുന്നത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുറിച്ച് പറയുന്നത് ഇദാ കാന റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ നമസ്കാരത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഇദാ കാന ജാലിസൻ ഫി സ്വലാത്തി, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ കാന ജാലിസൻ ഫി സ്വലാത്തി, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ റസൂൽ എന്തെയ്യും? റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലഅ കഫഹു ലിന്നാ ഫഖ്രിഹി വലത്തെ കൈ വലത്തെ തുടയുടെ മുകളിൽ വെക്കും. വഖബല അസ്വാബിഅഹു കുല്ലഹ, എല്ലാ വിരലുകളും റസൂൽ പിടിക്കും. വഅശാറ ബിഇസ്ബഇഹി അല്ലതി തലി അൽ-ഇബ്ഹാം, ഈ സബ്ബാബ അലൈഹി സബ്ബാഹ, ഈ വിരലിനെ സബ്ബാബ എന്ന് പറയുന്നത്. സബ്ബാബ നമ്മൾ സബ്ബറ ചീത്തരല്ല, നമ്മൾ ചീത്തറിയുമ്പോൾ ഏത് വിരലാണ് ഉപയോഗിക്കുക? നല്ലോണം സൂക്ഷിച്ചോളാം, അതാണ് സബ്ബാബ എന്ന് പറയുന്നത്. അപ്പൊ പിന്നെ ഈ വിരലിനെയാണ് ഉയർത്തണം. അപ്പൊ എപ്പോ ഉയർത്തുന്ന റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തശഹ്ഹുദിൽ ഇരുന്ന് കഴിഞ്ഞാൽ റസൂൽ ഈ വിരൽ ഉയർത്തുമായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പൊ നമസ്കാരത്തിൽ തശഹ്ഹുദിൽ ഇരുന്നാൽ തന്നെ ഈ വിരൽ ഉയർത്തണം. ഒന്നാമത്തെ തശഹ്ഹുദിലും രണ്ടാമത്തെ തശഹ്ഹുദിലും ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ ഈ വിരൽ ഉയർത്തണം. ഈ വിരൽ ഉയർത്തി ഇത് പിന്നെ ചലിപ്പിക്കണം. കാരണം റസൂൽ ഇത് ചലിപ്പിക്കുമായിരുന്നു, ഇതുകൊണ്ട് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ ഈ വിരൽ എപ്പോഴാണ് അടക്കേണ്ടത്? ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറഞ്ഞു, റസൂൽ എന്താ യുഹരിക്കുക, ചലിപ്പിക്കുമായിരുന്നു, അതുകൊണ്ട് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പൊ പ്രാർത്ഥനയുടെ വേളയിലാണ് ചലിപ്പിക്കേണ്ടത്. അപ്പൊ പ്രാർത്ഥനയുടെ വേള 8 സന്ദർഭങ്ങളാണ്. ഒന്ന് തശഹ്ഹുദിൽ രണ്ടെണ്ണം, അത്തഹിയാത്തുൽ മുബാറകാത്തു സ്വലവാത്തു ഇബാദത്തുല്ലാഹ്, അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി.
സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. ഇത് രണ്ടാണ് തശഹുദിലെ പ്രാർത്ഥന സന്ദർഭം. അപാര സന്ദർഭത്തിൽ അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. ഇബ്രാഹിം സ്വലാത്ത് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, മുഹമ്മദിന്റെ മേൽ സ്വലാത്ത് ചൊല്ലണം. പിന്നെ കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ഇബ്രാഹിം അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദ്, മുഹമ്മദിന്റെ മേൽ ബർക്കത്ത് ചൊരിയണം. അപ്പോൾ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിലും ബാരിക് അലാ മുഹമ്മദിലും ഈ രണ്ട് സന്ദർഭത്തിലാണ് വരല്. ഇനി അവസാനത്തെ പ്രാർത്ഥനയിൽ 4 സന്ദർഭം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്ർ വമിൻ അദാബിൻ നാർ വമിൻ ഫിത്നത്തിൽ മഹ്യ വൽ മമാത് വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ. ഇങ്ങനെ 8 സന്ദർഭത്തിലാണ് വരല് കേൾക്കേണ്ടത് എന്നാണ് ഒരു വിഭാഗം പറഞ്ഞത്. എന്നാൽ ചില പണ്ഡിതന്മാർ തശഹ്ഹുദ് മുഴുവൻ പ്രാർത്ഥനയാണ്. സുലൈമാൻ അതുകൊണ്ട് തശഹ്ഹുദ് മുഴുവനായിട്ട് നമുക്ക് ചൊല്ലിപ്പിക്കാം. അവ നമുക്ക് ഏത് രൂപത്തിൽ ചെയ്താലും പ്രശ്നമില്ല. നമുക്കിങ്ങനെ പ്രാർത്ഥന സന്ദർഭത്തിൽ മാത്രം ചൊല്ലിപ്പിച്ചാലും പ്രശ്നമില്ല. ഒരാൾ തശഹ്ഹുദ് മുഴുവനായി ചൊല്ലിപ്പിച്ചാലും പ്രശ്നമില്ല. ഒരാൾ തീരെ ചൊല്ലിപ്പിക്കാതിരുന്നാലും പ്രശ്നമില്ല. വിശാലമാണ്. ഒരാൾ തീരെ ചൊല്ലിപ്പിച്ചില്ല, ഒരു പ്രശ്നമില്ല. ഒരാൾ പ്രാർത്ഥന സന്ദർഭത്തിൽ മാത്രം ചൊല്ലിപ്പിച്ചു, പ്രശ്നമില്ല. ഒരാൾ തശഹ്ഹുദ് മുഴുവനായി ചൊല്ലിപ്പിച്ചു, അൽഹംദുലില്ലാഹ്, പ്രശ്നമില്ല. അപ്പോൾ ഇതാണ് നമ്മൾ വിരലുകൾ ഉയർത്തി ചലിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി അങ്ങനെ നമ്മൾ വിരൽ ഉയർത്തിയ വിരൽ ഇത് എപ്പോഴാണ് താഴ്ത്തേണ്ടത്? സലാം വീട്ടി കഴിഞ്ഞിട്ടാണോ, സലാം വീട്ടുന്നതിന് മുമ്പേയാണോ? ചില പണ്ഡിതന്മാർ പറഞ്ഞത് സലാം വീട്ടലും കഴിഞ്ഞിട്ടാണ് വിരൽ താഴ്ത്തേണ്ടത്. അല്ലാഹു അഅലം കൂടുതൽ ശരിയായി മനസ്സിലാവുന്നത് മസീഹുദ് ദജ്ജാൽ നമ്മളെ തശഹ്ഹുദ് കഴിഞ്ഞാൽ വിരൽ താഴ്ത്തണം. സലാം വീട്ടുന്നതിന് മുമ്പായിക്കൊണ്ട് തശഹ്ഹുദ് കഴിഞ്ഞാലാണ് ഇത് താഴ്ത്തേണ്ടതെന്നാണ് കൂടുതൽ ശരിയായിട്ട് മനസ്സിലാവുന്നത്. എന്നാൽ ഒരാൾ തശഹ്ഹുദ് കഴിഞ്ഞ് സലാം വീട്ടിൽ കഴിഞ്ഞിട്ടാണ് താഴ്ത്തിച്ചാലോ അതും പ്രശ്നമില്ല. അതുകൊണ്ടും നമസ്കാരത്തിന് പ്രശ്നമില്ല. ശരി, ഇനി സലാം വീട്ടലാണ് വലിയ തലത്തിൽ മനസ്സിലാക്കി നമ്മൾ വിരൽ എങ്ങനെ പിടിക്കണം അതും ഹദീസിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനെ ഖിൻസർ എന്ന് പറയും, ബിൻസർ, വുസ്ത, സബ്ബാബ, ഇബ്ഹാം, 5 വിരലിനും ഓരോ പേരുകൾ. അപ്പോൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖിൻസറും ബിൻസറും ഇങ്ങനെ പിടിക്കും. എന്നിട്ട് വുസ്തയും ഇബ്ഹാമും ഹൽഖയ ഒരു വളയമാണ്. എന്നിട്ട് സബ്ബാബ ചുറ്റും. ഇതാണ് ഹദീസിൽ സ്ഥിരപ്പെട്ട ഒരു രൂപം. ചെറിയ വിരലും ഇത് നമ്മൾ മോതിര വിരൽ എന്ന് പറയില്ലേ, ഈ 2 വിരലും പിടിക്കുക. എന്നിട്ട് നടുവിരലും തള്ളവിരലും ഇങ്ങനെ ഒരു വളയം പോലെ ആക്കിയിട്ട് ചൂണ്ടുവിരലും ചൂണ്ടും. ഇതാണ് ഒരു രൂപം. രണ്ടാമത്തെ രൂപം ചെറിയ വിരലും ഈ വിരലും ഇതും പാടെ എന്നിട്ട് ചൂണ്ടും. സ്ത്രീകൾക്ക് ഒന്നാമത്തെ രൂപം നമ്മൾ ഈ 2 വിരലുകളെ വെച്ചു, പിന്നെ തള്ളവിരലും നടുവത്തെ വിരലും വട്ടക്കണ്ണിയാക്കി എന്നിങ്ങനെ. രണ്ടാമത് ഈ 4 വിരലുകളും ഇങ്ങനെ പിടിച്ചു, എന്നിട്ട് ഈ വിരൽ മാത്രം ചൂണ്ടും. വേറെ രൂപങ്ങൾ സ്ഥിരപ്പെട്ടായിട്ട് പഠിക്കപ്പെടുന്ന, പക്ഷേ ഈ 2 രൂപങ്ങളും ഹദീസിലും പ്രത്യേകം സ്ഥിരപ്പെട്ടതാണ്. അല്ലാഹു അക്ബർ. ഇല്ല, ഈ ഇരുത്തം നിർബന്ധമല്ല, തവറുക്കിന്റെ ഇരുത്തം സുന്നത്താണ്. ചോദിച്ചോണ്ട് വരാം, ഒരാൾ 2 കാലം മുമ്പ് നീട്ടേണ്ടിയിരുന്നാലോ നിസ്കാരം സ്വഹീഹാണ്, ഒരാൾ ചമ്രം പഠിക്കുന്നാലോ നിസ്കാരം സ്വഹീഹാണ്. അപ്പൊ അതുകൊണ്ടൊന്നും പ്രശ്നം, സുന്നത്താണ്, ഇരുത്തം സുന്നത്താണ്, പ്രശ്നമില്ല. അല്ലാഹു അക്ബർ. ചില പണ്ഡിതന്മാരുടെ അഭിപ്രായപ്രകാരം തവറുക്കിന്റെ ഇരുത്തം നിസ്കാരത്തിലില്ല, ഇഫ്തിറാശിന്റെ ഇരുത്തം മാത്രമേ ഉള്ളൂ. അങ്ങനെ പറഞ്ഞ പണ്ഡിതന്മാരും മദ്ഹബുകളിൽ കാണാൻ പറ്റില്ല. അല്ലാഹു അക്ബർ. ഇതാണ് സുന്നത്തായിട്ട്. എങ്ങനെ അതാണ് പറഞ്ഞത്, സുന്നത്താണ്. ഒരാൾ രണ്ടാമത്തെ തശഹ്ഹുദിലും ഇഫ്തിറാശിലിരുത്തിയിരുന്നു. ഒന്നാമത്തെ രൂപത്തിൽ ഒന്നാമത്തെ തശഹ്ഹുദിലിരിക്കണ പോലെ ഇഫ്തിറാശിലിരുത്തം 4-ാമത്തെ റക്അത്തിലിരുന്നാലും നമസ്കാരത്തിന് പ്രശ്നമില്ല. പക്ഷെ സുന്നത്തിനെതിരാണ്, സുന്നത്തിനോട് യോജിച്ചു വന്നത് ഇതാണ് മാത്രം. എന്നാൽ ഒരാൾ മാറിയിരുന്നാലും അതുകൊണ്ട് നമസ്കാരത്തിന് പ്രശ്നമൊന്നുമില്ല. അല്ലാഹു അക്ബർ. ശരി, നമ്മളെ കൈകൾ നമുക്ക് സലാം. ശരി, സലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്
സലാം വീട്ടുമ്പോൾ തിരിയും. രണ്ട് ഭാഗത്തേക്ക് നമ്മൾ തിരിയും. ഇൽത്തിഫാത്ത് സുന്നത്താണ്. ഒരാൾ രണ്ട് ഭാഗത്തേക്ക് തിരിയാതെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞാൽ നമസ്കാരം സഹിയാണ്. തിരിയൽ സുന്നത്താണ്. പക്ഷെ തിരിയലില്ലെങ്കിൽ എന്ത് ചെയ്യില്ല, സുന്നത്തിന്റെ പൂർണ്ണത നമ്മൾ തിരിയാം. ഈ തിരിയുമ്പോൾ അവിടെ പണ്ഡിതന്മാർക്ക് ഇടയിലൊരു മസ്അല, അസ്സലാമു അലൈക്കും എന്ന ഖിബ്ലയുടെ നേരെ പറഞ്ഞുകൊണ്ട് തുടങ്ങിയിട്ട് തിരിയണം, അതല്ല അസ്സലാമു അലൈക്കും പറയുമ്പോൾ തന്നെ തിരിയണം. ഉദാഹരണത്തിന് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പണ്ട് ഖിബ്ലയ്ക്ക് നേരെയായിട്ടാണ് സലാം പറയാൻ തുടങ്ങിയത്, എന്നിട്ടാണ് തിരിഞ്ഞത്. ഇങ്ങനെ ചെയ്യാനുള്ളതാണ് ഒരു വിഭാഗത്തിന്റെ അഭിപ്രായം. ഇങ്ങനെ ചെയ്യണം. ഖിബ്ലയിലേക്ക് തിരിഞ്ഞുകൊണ്ട് ആരംഭിക്കണം, എന്നിട്ട് വലത്തെ ഭാഗത്തേക്ക് തിരിയണം. ഖിബ്ലയിലേക്ക് തിരിഞ്ഞുകൊണ്ട് ആരംഭിക്കണം, എന്നിട്ട് അടുത്ത ഭാഗത്തേക്ക് തിരിയണം. എന്നാൽ അല്ലാഹു അലം പ്രബലമായി നമുക്ക് മനസ്സിലാവുന്നത് അസ്സലാമിലെ ഹംസ തുടങ്ങുമ്പോൾ തന്നെ ഇൽത്തിഫാത്ത് തുടങ്ങണം, തിരിയൽ തുടങ്ങണം. റഹ്മത്തുള്ളാഹി എന്ന് കഴിയോടുകൂടി ഇൽത്തിഫാത്ത് അവസാനിക്കണം. അപ്പോൾ എങ്ങനെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മനസ്സിലായില്ലേ? നമ്മൾ തിരിയാൻ തുടങ്ങുമ്പോൾ സലാം പറയാൻ തുടങ്ങുമ്പോൾ തിരിയാൻ തുടങ്ങണം. സലാം പറയലിന്റെ അവസാനത്തെ വാക്ക് അവസാനത്തോടുകൂടി തിരിയൽ അവസാനിക്കണം. ഇതാണ് നമുക്ക് പ്രബലമായി മനസ്സിലാവുന്നത്. എന്നാൽ ഒരാൾ നേരത്തെ ആദ്യം പറഞ്ഞ പോലെ ചെയ്താലോ അതും പ്രശ്നമല്ല. പ്രബലമായി ശരിയുടെ അടുത്ത് നമുക്ക് മനസ്സിലാവുന്നത് ഒരാൾ തിരിയുന്നതോടുകൂടി എന്ത് ചെയ്യണം, സലാം പറയൽ തുടങ്ങണം എന്നുള്ളതാണ്. അല്ലാഹു അലം. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരുപാട് ആളുകൾക്ക് തെറ്റുപറ്റാറുണ്ട്. ചില ആളുകൾ സലാം പറയുന്നതിൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്തിനാണ് ചെയ്യുന്നത് അറിയില്ല. വലത്തെ ഭാഗം തിരിക്കാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നത്. ഇനി സലാം കിട്ടുമ്പോൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് 3 രൂപങ്ങൾ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. നമ്മൾ സാധാരണ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ഇങ്ങനെയാണ് സലാം കിട്ടാറുള്ളത്. ഇത് റസൂലിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്ന ഒരു രൂപമാണ്. ഹദീസിൽ കാണാം, അന്നഹു കാന യുസല്ലിമു അൻ യമീനിഹി വഅൻ യസാരിഹി. റസൂൽ തന്റെ വലത്തെ ഭാഗത്തേക്കും ഇടത്തെ ഭാഗത്തേക്കും സലാം വീട്ടും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി സലാം വീട്ടും. അവിടെ ശ്രദ്ധിക്കേണ്ടത് ഹദീസിന്റെ അടുത്ത ഭാഗത്തിൽ കാണാം, ഹത്താ യുറാ ബയാദു ഖദ്ദിഹി. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഹദ്ദിന്റെ ബയാദ്, മുഖത്തിന്റെ വെളുപ്പ് ഭാഗം, കവിളിന്റെ വെളുപ്പ് ഭാഗം പിന്നിലുള്ളവർക്ക് കാണുമാർ റസൂൽ തിരിയുമായിരുന്നു. അപ്പൊ നമ്മളിങ്ങനെ കുറച്ച് തിരിഞ്ഞാൽ പോലെ അർത്ഥം കുറച്ച് എന്ത് ചെയ്യണം, നല്ലോണം നമ്മൾ പിന്നിലേക്ക് തിരിയണം. നല്ല ആവാൻ പാടില്ല. പിന്നിലുള്ളവർക്ക് ഈ ഭാഗം കാണുമാർ എന്ത് ചെയ്യണം, നമ്മൾ പിന്നിലേക്ക് തിരിയണം, രണ്ട് ഭാഗത്തേക്ക്. ചില റിപ്പോർട്ടുകൾ വന്ന പ്രകാരം റസൂൽ വലത്തെ ഭാഗത്തേക്ക് തിരിയുന്നതിനേക്കാൾ അടുത്ത ഭാഗത്തേക്ക് തിരിയുമായിരുന്നു എന്നൊക്കെ ചില റിപ്പോർട്ടുകൾ കാണാൻ പറ്റും. ശരി, അപ്പോൾ ഒരു രൂപ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മറ്റൊരു ഹദീസിലുള്ളത് കാന യുസല്ലിമു അൻ യമീനിഹി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റസൂൽ തന്റെ വലത്തെ ഭാഗത്തേക്ക് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് വീട്ടുമായിരുന്നു. വഅൻ ശിമാലിഹി ഇടത്തെ ഭാഗത്തേക്ക് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് വീട്ടുമായിരുന്നു. അപ്പോൾ എങ്ങനെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അതും സ്വഹീഹായ ഹദീസിൽ സ്ഥിരപ്പെട്ട കാര്യമാണ്. മൂന്നാമത്തെ രൂപം അതും സ്വഹീഹായി സ്ഥിരപ്പെട്ടതാണ്. വലത്തെ ഭാഗത്തേക്ക് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്നും ഇടത്തെ ഭാഗത്തേക്ക് അസ്സലാമു അലൈക്കും, അത്ര മാത്രം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അസ്സലാമു അലൈക്കും. ഇതും ഹദീസിൽ സ്ഥിരപ്പെട്ടതാണ്. അപ്പൊ ഇങ്ങനെ 3 രൂപങ്ങൾ റസൂലിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, സുന്നത്തിനെ ജീവിപ്പിക്കുന്ന രൂപത്തിൽ നമ്മൾ 3 മാറി മാറി ചെയ്യണം. അപ്പൊ നമ്മൾ പള്ളിയിൽ എല്ലാവർക്കും ഇത് അറിയേണ്ട കാര്യമാണ്. എന്ത് ചെയ്യാം, ഇമാമിനെ ചെയ്യാം. നേരെ മറിച്ച് സാധാരണ രൂപത്തിൽ പോണ ഇതാണെങ്കിൽ ഇമാമിനെ ചെയ്താൽ ആൾക്കാർക്കെല്ലാം ആശ്വാസമാവും. അപ്പൊ അങ്ങനെ ചെയ്യാതിരിക്കുക. പക്ഷെ ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഈ 3 രൂപങ്ങളും മാറി മാറി ചെയ്യാം. അപ്പൊ നമ്മൾ സുന്നത്തിനെ ജീവിപ്പിക്കണ പോലെ, അതുപോലെ അറിയാത്തവർക്ക് നമ്മൾ പറഞ്ഞു കൊടുത്ത് ജീവിപ്പിക്കാം. നമ്മൾ സുന്നത്തിനെ ജീവിപ്പിക്കണ പോലെ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അപ്പോ സലാം എങ്ങനെ
മയ്യിത്ത് നമസ്കാരത്തിന് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സലാം നൽകിയതായി കണ്ടിട്ടുണ്ട്, ഹദീസിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. എന്നാൽ സാധാരണ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സലാം നൽകാറുണ്ടായിരുന്നത് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്നാണ്. സാധാരണ റസൂൽ സലാം നൽകാറുണ്ടായിരുന്നത് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്നാണ്. എന്നാൽ ചില റിപ്പോർട്ടുകളിൽ വബറകാതുഹു എന്നുകൂടി എന്തിട്ടുണ്ട് അധികം വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. പക്ഷേ സാധാരണ റസൂൽ സ്ഥിരപ്പെട്ടു വന്നതാണ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന്. അതുപോലെ തന്നെ ഒരു ഭാഗത്തേക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സലാം നൽകിയത്, അതാണ് ഒരു ഭാഗത്തേക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സലാം നൽകിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ഒരു ഭാഗത്തേക്ക് സലാം നൽകലാണ് സുന്നത്തിനോട് ഉപയോഗിച്ചത്. എന്നാൽ ഹദീസുകളിൽ നിന്ന് പണ്ഡിതന്മാർ ഇസ്തിൻബാത്ത് ചെയ്ത് അവർ വിശകലനം ചെയ്തെടുത്തതിന്റെ അതിൽ അഭിപ്രായ വ്യത്യാസം വന്നതുകൊണ്ട് ചില പണ്ഡിതന്മാർ പറഞ്ഞു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി രണ്ട് ഭാഗത്തേക്കും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സലാം നൽകിയിരുന്നു. അപ്പോൾ രണ്ട് അഭിപ്രായം ഉണ്ട്. ചില പണ്ഡിതന്മാർ പറഞ്ഞു ഒറ്റ സലാമാണ് വേണ്ടത്, ചിലർ പറഞ്ഞു രണ്ട് സലാമാണ് വേണ്ടത്. അല്ലാഹു അലം കൂടുതൽ പ്രബലമായിട്ട് മനസ്സിലാവുന്ന ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞ വലത്തെ ഭാഗത്തേക്ക് മാത്രം സലാം നൽകി ചുരുക്കാണ് വേണ്ടത്. എന്നാൽ ഒരാൾ രണ്ട് വശത്തേക്ക് സലാം നൽകിയാലോ അതുകൊണ്ട് പ്രശ്നമല്ല, വിശാലമാണ്. അല്ലാഹു ശരി, നമ്മൾ ഇൻഷാ അല്ലാഹ് സുന്നത്ത് നിസ്കാരത്തിൽ നമ്മൾ ആ വാക്യത്തെ നമ്മൾ ചർച്ച ചെയ്യും ഇൻഷാ അല്ലാഹ്. ഇനി സലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട അവസാനത്തെ ഒരു കാര്യം, ഇമാമിന്റെ കൂടെ നമസ്കരിക്കുന്നതെങ്കിൽ ഇമാം സലാം നൽകിയതിന് ശേഷമാണ് നമ്മൾ സലാം നൽകാൻ തുടങ്ങേണ്ടത്. മൂന്ന് രൂപങ്ങൾ കാണാം. ഒന്ന്, ഇമാമിന്റെ കൂടെ സലാം നൽകുക. ഇമാം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി കൂടെ സലാം നൽകുക, അത് കറാഹത്തായ രൂപമാണ്. രണ്ടാമത്തെ അനുവദനീയ രൂപം, ഇമാം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി പറഞ്ഞതിന് ശേഷം നമ്മൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി പറയാം. ഇമാം രണ്ടാമത്തെ പറഞ്ഞതിന് ശേഷം നമ്മൾ രണ്ടാമത്തെ പറയാം. അത് പറ്റും, പക്ഷേ ഉത്തമമായ രൂപമല്ല. ഏറ്റവും അഫ്ളലായ രൂപം ഇമാം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി രണ്ടും കഴിഞ്ഞതിന് ശേഷം നമ്മൾ സലാം നൽകാൻ തുടങ്ങലാണ് ഏറ്റവും ഉത്തമമായ രൂപം. അതാണ് ഏറ്റവും ഉത്തമമായ രൂപമായിട്ട് മനസ്സിലാവുന്നത്. അല്ലാഹു അക്ബർ. അൽഹംദുലില്ലാഹ്, നമ്മളെ നമസ്കാരം അതിന്റെ സലാം വീട്ടിലൊരു അവസാനിച്ചു. നമുക്ക് ഇൻഷാ അല്ലാഹ് കുറച്ച് മസാലകളുണ്ട്. നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.